സൂപ്പർ ഇൻവെസ്റ്റിഗേഷൻ അത് വളരെ ത്രിപ്പിംഗ് ആയിട്ട് പോയിട്ട് ഒന്നൊന്നായിട്ട് ആ ഒരു കറക്റ്റ് മൂഡ് ഐ റിയലി ലവ് நிறைய எஃபர்ட் இருக்கும் டிரெக்டர் இருப்பாங்க ஸ்கிரிப்ட் இருக்கும் ஸோ ஸ்கிரிப்ட் முதல் ஒரு ஆக்டர் தானே முன்னாடி மாதிரி கிடையாது. ஹீரோயின் இருந்தால் ஹீரோ பண்ணுவேன், வில்லன் இருந்தால் வில்லன் பண்ணுவேன். ஸோ ஸ்டோரி எனக்கு முக்கியம், அதை தான் மெயின். ஸோ நிறைய விஷயத்தில் நான் காமெடியோ பண்ணிருக்கேன் என் கெரியரில். ஒரு ஆக்டருக்கு அதுக்கு மேலே என்ன தேவை, வேலை வந்து நல்லா இருக்கும். பப்ளிக்காக என்னோட வேலை பிடிச்சிருந்தா அது போதும். பிகஸ்ட் ஹாப்பி. தேங்க்யூ. Thank you so much. Thank you for saying that. Maybe next time for a romantic padam, but I depend on the director. Thank you and happy new year. Very രണ്ടുപേരെ നല്ല റോളിൽ നിന്നിട്ട് ശരിക്കും ഞാൻ കണ്ടിട്ട് എനിക്ക് എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഉള്ളത്. നെക്സ്റ്റ് മൂവി ഏതാണ്? നെക്സ്റ്റ് ഇനി ഓഫീസർ എന്ന് പറഞ്ഞ ഫാബ്രിക് ഇറക്കും. പിന്നെ ഹിന്ദിയിൽ ഒരു റോൾ എന്തായിട്ടാണ്? അതിൽ സഞ്ജയ് ഗാന്ധി ആയിട്ട് ഇന്ദിരാഗാന്ധിയുടെ മകനെ. എപ്പോഴും സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാല്ലാ. താങ്ക് യു സോ മച്ച്. വളരെ നന്നായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. എക്സ്പീരിയൻസ് ആണ്. ഓരോരുത്തർക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും പടം കാണാം. പടം എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളി പടമാണ്. ക്ലൈമാക്സ് വേറെ ലെവലാണ്. ഈ മലയാള സിനിമകൾ കണ്ടിട്ടില്ലാത്ത പരിപാടിയാണ്. അപ്പം എല്ലാവരും പോയി കാണാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആക്ച്വലി ക്ലൈമാക്സിൽ നമ്മൾ അഭിനയിച്ച സീനിൽ എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ലല്ല, ആ സിനിമ കണ്ടതാണ്. ആ സമയത്ത് എന്തെങ്കിലും കുറച്ച് റിസ്ക് ആയിട്ടുള്ള എലമെന്റ് ഉണ്ടായിരുന്നു. ഇതിൽ എന്താ പറയുക, എല്ലാവരും കുറേ കഷ്ടപ്പെട്ട് എടുത്തൊരു പടമാണ്. ഇതിൽ കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു. അതിനുള്ള റിസൾട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. സീനിനെ കുറിച്ചോ ഷോർട്സിനെ കുറിച്ചോ ഇതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഓരോ എലമെൻറ്റും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഫിലിമിൽ. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ണീർമത്തിന് ശേഷം വീണ്ടും തിയേറ്ററിൽ എൻ്റെ പടം കാണുന്നു. സോ ഓൾമോസ്റ്റ് 5 to 6 years ആയി. എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യാനും ഭയങ്കര അടിപൊളിയായിരുന്നു. ബാക്കിയെല്ലാം നിങ്ങളാണ് പറയേണ്ടത്, പ്രേക്ഷകരാണ് പറയേണ്ടത്. എല്ലാവരും ഐഡൻറ്റിറ്റി തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഇത്രയും നല്ലൊരു മൂവിയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഡയലോഗ് ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും ഉള്ളത് മെയിൻ ആർട്ടിസ്റ്റിൻ്റെ കൂടെയായിരുന്നു. അതിൻ്റെ സന്തോഷം. ശരിക്കും ആ റോളിൽ പെട്ടെന്ന് മാറിപ്പോയത് പോലെ തന്നെയല്ലോ? ഒരിക്കലുമില്ല. അതിന് ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ സീനിൽ ഞാനുണ്ട്. അത് മതി. അടിപൊളി. ഐ ലവ് ഇറ്റ്. സോ ക്ലാസി, സ്മാർട്ട്, ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ആൻഡ് ലോട്ട്സ് ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ്. സോ കീപ്സ് ഓഡിയൻസ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ സീറ്റ്. ഒരു ലാഗ് ഒന്നുമില്ല. So it's very good by the whole team, actors, the technical team. I think everyone's done a great job. Very nice. സന്തോഷം. പ്രേക്ഷകരായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയുന്ന സന്തോഷം. ഇത് കൂടുതൽ ആളുകൾ കാണട്ടെ. ആ സിനിമ പറയാൻ കുറച്ചധികം എഫേർട്ടുള്ള സിനിമയാണെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. സെക്കൻഡ് ഹാഫ് നമ്മുടെ ഷൂട്ടിംഗ് പെർമിഷൻസ് ഒന്നും അധികം ഇല്ലാത്ത സ്ഥലങ്ങളാണ്. സോ അതൊരു വലിയൊരു ക്രൂവിൻ്റെ സീരീസ് സപ്പോർട്ടിൻ്റെയും എഡിറ്റിൻ്റെയും മ്യൂസിക്കിൻ്റെയും ആർട്ടിൻ്റെയും എല്ലാവരുടെ സപ്പോർട്ടോടെ ചെയ്തൊരു സിനിമയാണ്. സോ അത് പ്രേക്ഷകർ കാണണം, അറിയുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് അനൂപിന് പടം ഇഷ്ടമായിട്ടുണ്ട്. അനൂപിന് ഫൈറ്റ് സീൻസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വേറെ എന്താ ഇഷ്ടമായ? കുറെ പഠിക്കാൻ കിട്ടിയില്ലേ? ഒരു സയൻസ് ക്ലാസ് ജോയിൻ ചെയ്ത പോലെ ഫീൽ ചെയ്തില്ലേ? ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടപ്പെട്ടു കൂടുതലായിട്ടും. നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടെ? കണ്ടോ? എന്താ ഇഷ്ടപ്പെട്ടത്? എന്താ ഇഷ്ടപ്പെട്ടു? ഇവിടെ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ഒറ്റ ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ, വൈഫിനെ കയറ്റി. വൈഫിന് എന്താ ഇഷ്ടപ്പെട്ടു? നിങ്ങളുടെ റോള് നന്നായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ സിനിമ ഇതായിരുന്നു ഞാൻ പറയാൻ ചോദിച്ചാണ് ഇവരോട്. അനൂപ് അത് ഒഴിച്ച് ബാക്കി എല്ലാം പറഞ്ഞു. എന്നാണ് മൈക്ക് പിടിച്ചാൽ ഞാൻ വീട്ടിൽ കൊണ്ടു. ആരാ യൂട്യൂബർ? മൊത്തത്തിൽ സിനിമ ഒരു രക്ഷയില്ല. ഫസ്റ്റ് പോ. പിന്നെ സിനിമാറ്റോഗ്രാഫി കാര്യങ്ങളൊന്നും എന്തായാലും മസ്റ്റ് വാച്ച്. എല്ലാവരും ഫസ്റ്റ് വാച്ച് കാണണം. അല്ലാതെ ആൾക്കാർ പോകാൻ റിവ്യൂ ഒന്നുമല്ല. മെയിൻലി ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണല്ലോ ഫസ്റ്റ് പോ. അപ്പം ഫസ്റ്റ് സിനിമകൾ പോയി കാണും.
എന്നിട്ട് ഇതിന്റെ അഭിപ്രായം പറയും സൂപ്പർ പടം. അതിന്റെ സിനിമാറ്റോഗ്രാഫി, പിന്നെ കാറിന്റെ ഒരു സീനുണ്ട്, ഫ്ലൈറ്റിലുള്ള ഫൈറ്റ് കാര്യങ്ങൾ കിട്ടുന്ന ഒരു രക്ഷയില്ല. എന്തെന്ന് അറിയുമ്പോ ചെറിയ മെയിൻ സീൻ ഓക്കെ അങ്ങനെ. ഇത് മാർക്കോട് അതേ ലെവലിൽ വരുന്നുണ്ട്, അതേപോലെ ഇറ്റാൻ സാധ്യതയില്ല. എന്നാൽ വയലൻസ് ആവശ്യത്തിലേ ഉള്ളൂ, ഫാമിലി കാണാം, ആക്ഷൻ ഉണ്ട്, ത്രില്ലറാണ്, ട്വിസ്റ്റ് പറയുന്നുണ്ട്, നല്ല ഇന്റലിജൻസ് സ്ക്രീൻ പ്ലേ ആണ്, എഡിറ്റിംഗ് നല്ലതാണ്, ലാഗ് ഒന്നുമില്ല. പിന്നെ അച്ഛൻ്റെ കവിയുടെ ശക്തമായ ഉച്ചേർവ് ക്രിസ്റ്റാണ് ചെയ്തിട്ടുണ്ട്, മറ്റു സമയത്തിലൊക്കെ മേഖല ചെയ്തിട്ടുണ്ട്. ടോമിയുടെ കരിയറിൽ ടോമുമായി ഒരു സൂപ്പർ സ്റ്റാർ പതിൽ വരാൻ സാധ്യതയുണ്ട്. മാർക്കോ അതേപോലെ ഇറ്റാവുന്ന മൂവിയാണ്. ഞാൻ ഇതിൻ്റെ ഏറ്റവും വലിയ കാണുന്നില്ല, പക്ക എൻ്റർടൈനർ, നല്ല മെസ്സേജ് ഉണ്ട്, എല്ലാം കൊണ്ട് നല്ല മൂവി.